കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ഈസ് നോട്ട് ഏബിൾ ടു പമ്പ് പ്രോപ്പർലി, അതായത് അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ബ്രെയിനിന് കിട്ടുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ബ്രെയിനിൻ്റെ 2-3 പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ബ്രെയിനിൻ്റെ സെൽസ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സെൽസാണ്, അത് റീജനറേറ്റ് ചെയ്യില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ സെൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസാണ്. പിന്നെ ഇതിൻ്റെ 2 ഭാഗമുണ്ട്. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ മേലത്തെ ഭാഗം, അതിലാണ് നമ്മുടെ തിങ്കിങ് പവർ, സ്പീച്ച് എല്ലാം അതിനകത്തുള്ളത്. പിന്നെ താഴോട്ടുള്ള ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ സെറിബ്രൽ കോർട്ടെക്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്, അതായത് ഓക്സിജൻ കുറഞ്ഞു പോയാലും ഗ്ലൂക്കോസ് കുറഞ്ഞു പോയാലും. അപ്പം നമുക്കൊരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഔട്ട്സൈഡ് ഹോസ്പിറ്റലാണ് വരുന്നതെങ്കിൽ, സാധാരണ ഒരു 10-15 സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ ബോധം പോവും. ഒരു 3 to 5 മിനിറ്റ്സാണ് പെർമനൻറ്റ് ഡാമേജ് വരാതിരിക്കണമെങ്കിൽ. അതായത് ആ വിത്തിൻ 3 to 5 മിനിറ്റ്സ് നമ്മൾ CPR എല്ലാം കൊടുത്ത് ആ ഓക്സിജനേഷൻ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർമനൻറ്റ് ഡാമേജ് വരില്ല. അതർവൈസ് പെർമനൻറ്റ് ഡാമേജ് ആണ് ബ്രെയിനിൻ്റെ, അതാണ് മേജർ ഒരു പ്രശ്നം. ബാക്കി ഓർഗൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യും ഓവർ ടൈം. പക്ഷേ ബ്രെയിനിൻ്റെ സെൽസ്, ബിക്കോസ് ദ പെർമനൻറ്റ് സെൽസ്, അത് പിന്നെ റീജനറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വളരെ ചെറുതായിട്ടൊക്കെ ബ്രെയിനിന് ഡാമേജ് വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയ മെമ്മറി പ്രോബ്ലംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ പാർക്കിൻസോണിയൻ ഫീച്ചേഴ്സ് പോലെ വരാം. അതിൽ ചിലർക്ക് ജേർക്സ് പോലെ, ലാൻസ് ആഡം സിൻഡ്രോം എന്ന് പറയും, എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ ജേർക്സ്, അത് മാത്രമായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ സീക്വലായിട്ട് വരിക. പക്ഷെ നല്ല ഡാമേജ് വന്നു കഴിഞ്ഞാൽ യു കോൾ ഇറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. അതായത് ആദ്യം കോമ സ്റ്റേജിലായിരിക്കും, പിന്നെ ചെറുതായിട്ട് കണ്ണ് തുറക്കും, പക്ഷെ ദേ വിൽ നോട്ട് റെസ്പോണ്ട് ടു എക്സ്റ്റേർണൽ സ്റ്റിമുലൈ. അങ്ങനെ കുറച്ച് മന്ത്സ് എടുക്കും വിത്ത് റീഹാബ് ആൻഡ് ഓൾ ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട്. അതാണ്, ഇമ്പ്രൂവ് ചെയ്താലും എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, അതാണ്.